നമസ്കാരം. ബ്രിട്ടനെ ആണവായുധമുള്ള ആദ്യ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ പ്രസ്താവന കേവലം ഒരു നയതന്ത്ര അമളിയല്ല, മറിച്ച് അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ വ്യാകരണത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒന്നാണ്. സഖ്യകക്ഷിയായ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും വംശീയവും വർഗീയവുമായ ചായവൽക്കരണത്തോടെ വിമർശിക്കാൻ ഒരു ഭരണാധികാരി തുനിയുമ്പോൾ തകരുന്നത് പതിറ്റാണ്ടുകളായി കെട്ടിപ്പടുത്ത നയതന്ത്ര മര്യാദകളാണ്. മധ്യപൂർവേഷ്യൻ സംഘർഷങ്ങളിൽ ഇസ്രായേലിന് എക്കാലത്തും തണലായി നിന്ന പാശ്ചാത്യ ശക്തികളിൽ പ്രധാനിയാണ് ബ്രിട്ടൻ. എന്നാൽ ഗസയിലെയും ലെബനിലെയും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ലണ്ടൻ തെരുവുകളിൽ ഉയർന്ന വലിയ ജനരോക്ഷവും ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇസ്രായേലിന് ആയുധം നൽകുന്നതിനെതിരെ ഉയർന്ന ശക്തമായ ജനശബ്ദങ്ങളുമാണ് നെതന്യാഹുവിനെ ചൊടിപ്പിച്ചത്. ബ്രിട്ടനിലെ വളർന്നുവരുന്ന മുസ്ലിം ജനസംഖ്യയെയും രാഷ്ട്രീയ പങ്കാളിത്തത്തെയും ചൂണ്ടിക്കാണിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന പ്രയോഗം നടത്തുമ്പോൾ നെതന്യാഹു ലക്ഷ്യമിടുന്നത് സ്വന്തം രാജ്യത്തെ തീവ്ര വലതുപക്ഷ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനും പാശ്ചാത്യ ലോകത്ത് വലതുപക്ഷ വംശീയതയ്ക്ക് തീപിടിപ്പിക്കാനുമാണെന്ന് വിദഗ്ധർ പറയുന്നു. ഡൗണിംഗ് സ്ട്രീറ്റ് ഇതിനോട് നൽകിയ മറുപടി തികച്ചും സ്വാഭാവികവും അതേസമയം ശക്തവുമാണ്. തീർത്തും അപലപനീയം എന്ന് ബ്രിട്ടീഷ് സർക്കാർ വ്യക്തമാക്കുമ്പോൾ ഒരു അതിരുകടക്കലിന് ഇസ്രായേലിന് അനുവാദം നൽകില്ലെന്ന മുന്നറിയിപ്പ് കൂടിയാണത്. സ്വന്തം യുദ്ധക്കൊതിക്കും രാഷ്ട്രീയ അപജയത്തിനും മറപിടിക്കാൻ ലോകത്തിലെ ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നിനെ വംശീയ അധിക്ഷേപം നടത്തുന്നത് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഒറ്റപ്പെടുത്തലിന്റെ വ്യാപ്തിയാണ് കാണിക്കുന്നത് എന്നും പറയുന്നുണ്ട്. ഇസ്രായേൽ ഇന്ന് ലോകത്തിന് മുന്നിൽ കൂടുതൽ ഒറ്റപ്പെട്ട് വരികയാണെന്നും പറയുന്നു. ആഗോളതലത്തിൽ നേരിടുന്ന ഈ നയതന്ത്ര തിരിച്ചടികളെ മറികടക്കാൻ പരമ്പരാഗത സഖ്യകക്ഷികളെ പോലും ശത്രുപക്ഷത്ത് നിർത്തുന്ന നെതന്യാഹുവിന്റെ ശൈലി ഇസ്രായേലിന്റെ ഭാവിക്ക് തന്നെ വലിയ ഭീഷണിയാണ്. ആത്മപരിശോധന നടത്തേണ്ടത് ലണ്ടനിലല്ല, മറിച്ച് തെല്ലവീവിലാണെന്ന് പറയപ്പെടുന്നു. അതേസമയം ഇസ്രായേൽ സൈനിക റേഡിയോയ്ക്ക് നൽകിയ ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിലായിരുന്നു നെതന്യാഹുവിന്റെ വിവാദ പരാമർശം. അതിതീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളും ഇസ്ലാമോഫോബിക് ഗ്രൂപ്പുകളും പ്രചരിപ്പിക്കുന്ന വാദങ്ങളെ ശരിവെക്കുന്ന തരത്തിലാണ് നെതന്യാഹു സംസാരിച്ചത്. 1967 6 ദിവസത്തെ യുദ്ധകാലത്ത് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന്റെ മകൻ റാൻഡോൾഫ് ചർച്ചിൽ ഇസ്രായേലിന് അനുകൂലമായി വാർത്തകൾ നൽകിയത് ചൂണ്ടിക്കാണിച്ചാണ് നെതന്യാഹു സംഭാഷണം തുടങ്ങിയത്. എന്നാൽ ഇന്നത്തെ ബ്രിട്ടനിൽ അത്തരമൊരു പിന്തുണ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും ഇന്നത്തെ രാജ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ എന്ന് വിളിക്കാമെന്നായിരുന്നു നെതന്യാഹുവിന്റെ പരാമർശം. മുഴുവൻ യൂറോപ്പും ഇതുപോലെയാണോ എന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ നെതന്യാഹു തന്റെ നിലപാട് വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. അതെ, എന്നാൽ അണുവായുധമുള്ള ആദ്യ ഇസ്ലാമിക് റിപ്പബ്ലിക് ബ്രിട്ടനായിരിക്കുമെന്നാരോ പറഞ്ഞിട്ടുണ്ട്. ഇറാനിൽ മറ്റൊരു ഇസ്ലാമിക് റിപ്പബ്ലിക് അണുവായുധമുണ്ടാക്കുന്നില്ലെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്, നെതന്യാഹു പറഞ്ഞു. 1998 തന്നെ അണുപരീക്ഷണം നടത്തിയത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനാണെന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ചായിരുന്നു നെതന്യാഹുവിന്റെ ഈ പരാമർശം. നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. പരാമർശങ്ങൾ തീർത്തും അസ്വീകാര്യമാണെന്നും വിഷയം ഇസ്രായേൽ സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേൽ പ്രതിപക്ഷവും നെതന്യാഹുവിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നു. ഇസ്രായേലിന്റെ അടുത്ത സഖ്യകക്ഷിയായ ഒരു രാജ്യത്തെ പരസ്യമായി അപമാനിക്കുക വഴി വലിയ നയതന്ത്ര പരാജയമാണ് നെതന്യാഹു വരുത്തിവെച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാക്കളും കുറ്റപ്പെടുത്തി. എന്തായാലും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്ന സാഹചര്യത്തിലാണ് പരമ്പരാഗത സുഹൃത്തുക്കളെ പോലും നെതന്യാഹു ശത്രുക്കളാക്കുന്നതെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ബ്രിട്ടനും ഇസ്രായേലിനും ഇടയിലുള്ള ബന്ധം വഷളായിരിക്കുകയാണ്. ആന്റി ബേണം പ്രധാനമന്ത്രി ആയതിനു ശേഷം പ്രത്യേകിച്ചും ഈ ബന്ധത്തിൽ വിള്ളൽ വീണിട്ടുണ്ട്. പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ ഗസയിലെ സൈനിക നടപടിയെക്കുറിച്ചുള്ള ലേബർ പാർട്ടിയുടെ ആദ്യ പ്രതികരണങ്ങൾക്ക് ബേണം ക്ഷമാപണം നടത്തിയിരുന്നു. ഇത് മധ്യപൂർവേഷ്യയിലെ ബ്രിട്ടന്റെ സമീപനങ്ങളിലെ വലിയൊരു വ്യതിയാനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്.